ഹായ്, നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഒരു 4-5 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുടിയും നഖവും ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറ്റാൻ പറ്റുമെന്നും പറഞ്ഞ്. എൻ്റെ നാത്തൂൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പയ്യനുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ആ പയ്യൻ എത്ര ജോലിക്ക് പോകാൻ ശ്രമിച്ചാലും ജോലിക്ക് പോക്ക് നടക്കത്തില്ല. ജോലിക്ക് ഇപ്പം നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞാൽ പോലും കിട്ടത്തില്ല. ആ ചെറുക്കനൊരു ശാരീരിക അവസ്ഥയല്ല, വീടിന് പുറത്തിറങ്ങാൻ മേലാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തമിഴ്നാട്ടിൽ പോയി ഒരു ജോലിസിനെ കണ്ടു കഴിഞ്ഞപ്പം ആ പുള്ളി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ആ പയ്യൻ്റെ തന്നെ മുടിയും നഖവും ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്തിട്ട് ആ കൊച്ചിന് ഭേദപ്പെട്ടു. അവനിപ്പം വിദേശത്ത് ജോലിക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും വന്ന് പറഞ്ഞിരുന്നു ആ കറക്റ്റായിട്ട് ആ സ്ഥലപ്പേരും ആ ജോലിസിൻ്റെ ഫോൺ നമ്പറും ഒക്കെ ഒന്ന് തരുമോ, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ, ഇതുപോലെ പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു അവരിപ്പോൾ അവിടെ താമസമില്ല, നാത്തൂനാണേലും സ്ഥലത്തില്ല, വരട്ടെ, ഞാൻ നിങ്ങൾക്ക് മേടിച്ച് തരാൻ പറ്റുമെങ്കിൽ മേടിച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറും ഞാൻ വീഡിയോയ്ക്ക് ലാസ്റ്റ് ഞാൻ ചെയ്തേക്കാം കേട്ടോ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ എന്നെ കാണാനായിട്ടൊരു പുള്ളിക്കാരി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എൻ്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ ചേച്ചി, എനിക്ക് അതുപോലെ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളൊരു കാര്യത്തിന് ഞാൻ പോകാറുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാറുമില്ല. കാരണം ഞാൻ ജോത്സ്യപരമായ ആരുടെ നാളോ അല്ലെങ്കിൽ സമയദോഷമോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം വെച്ച് പറയുമോ അല്ല അതിന് പരിഹാരമൊന്നും, ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. രജനി വയലാറെന്നുള്ള ആ ഒരു പേര് മാത്രം വെച്ച് അത്ര കഷ്ടപ്പെട്ടാണ് അവരെന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. അവരുടെ പ്രശ്നം കേട്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് വിഷമം തോന്നി. പ്രത്യേകിച്ച് ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ പേരപ്പൻ്റെ മാനോട് വിളിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചതിന് ശേഷം പുള്ളി പറഞ്ഞു എനിക്കിപ്പോൾ കോൺടാക്ട് നമ്പർ അവരുടെ വേണ്ട കേട്ടോ കൊച്ചേ, ഞാനത് 2 ദിവസം കഴിഞ്ഞ് നിന്നെ വിളിച്ച് ഞാൻ ആവശ്യപ്പെടുമ്പം തന്നാൽ മതി. അന്നേരം ഞാൻ പറഞ്ഞു ശരി, ഞാനും അവരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ചേട്ടായിയായിട്ട് സംസാരിക്കും, എന്നിട്ട് കോൺടാക്ട് നമ്പർ കൊടുക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു ദൈവമേ, ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു 2 ദിവസം വീട്ടിലില്ലായിരുന്നു. ഞാൻ വേറൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും കിടക്കുക, ഞാനുണ്ട്, നമ്മുടെ പയ്യനുണ്ട്, ഞങ്ങളെല്ലാവരും അവിടെ ചെന്ന് കിടക്കുവാണ്. കിടന്ന് കഴിയുമ്പോഴെല്ലാം ഉണ്ടല്ലോ നമ്മുടെ അടുത്തോട്ട് എന്തോ 2 രൂപങ്ങൾ. നമുക്കതിപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ വെറുതെ പറയുന്നതാണ്, ഒരിക്കലും വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അവരെൻ്റെ അടുക്കൽ വന്ന് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ഈ കാര്യം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾക്ക് അത് തടസ്സപ്പെടുത്തിയിട്ട് നമ്മളെ വേറെ എന്തെങ്കിലും കാര്യത്തിലോട്ട് കൊണ്ടെത്തിക്കും. ഈ കാര്യങ്ങൾ മൊത്തം നമുക്ക് പറയാനേ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോഴേ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നിയായിരുന്നു, എന്തോ ഇത് ചെറിയൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേട്ടായിയോട് പറയാനും ഉണ്ടായ കാരണം. അപ്പം നമ്മളെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഇത് എന്തെങ്കിലും കാര്യങ്ങളിൽ സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചു കൊടുക്കട്ടെ എന്നോർത്താണ് ചേട്ടായിയായിട്ട് ഈ കാര്യം സംസാരിച്ചത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും 2 രൂപങ്ങൾ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാം. അധികം വണ്ണമൊന്നുമില്ലാതെ മെലിഞ്ഞിട്ട് 2 രൂപങ്ങൾ, അത് അവ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കരുത്, നിങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മൈൻഡിലോട്ട് വന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാ കാണിച്ചാൽ വെളുപ്പിനെ 4:50 ആകുമ്പോൾ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി മുഖമൊക്കെ കഴുകിയിട്ടെല്ലാം വന്ന് ഞാനിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോറൊക്കെ ലോക്ക് ചെയ്ത് തുറന്നിട്ട് പോലുമില്ല. ശക്തമായിട്ട് വന്ന് ഡോറെ വന്ന് അങ്ങോട്ട് ഇടിച്ചേച്ചും കണ്ടിട്ട് ഒരു ഭാഗമുണ്ടല്ലോ ഇങ്ങനെ. അപ്പോഴും ഞാൻ ഓർക്കുന്നത് കുറ്റി ഡോറിന് ഇട്ടു എന്നുള്ളതാണ്. പക്ഷേ കുറ്റി ഇട്ടെങ്കിൽ പോലും അല്ല ഇടാതിരുന്നോട്ടെ, പക്ഷേ അതിശക്തമായിട്ടൊരു വ്യക്തി വന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ ഡോറങ്ങ് തുറന്നു. അപ്പം ഞാൻ ആരാന്ന് ചോദിച്ചു. അവസാനം എനിക്ക് ഒരു ഉള്ളിലൊരു ഭയം പോലെ, മനുഷ്യനല്ലേ ഭയമില്ലെന്ന് പറഞ്ഞാൽ അത് നുണയായിപ്പോൾ. ആരാന്ന് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ ശബ്ദം പോലും പുറത്തോട്ട് വരുന്നില്ല. ഞാനിതിങ്ങനെ എഴുന്നേറ്റേച്ചും കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഞാൻ ലൈറ്റും എല്ലാം ഇട്ടിട്ടിരിക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കണ്ണൊന്നും അടച്ചൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പേടി കാരണം ഇതിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴുണ്ട് ചെറുക്കൻ എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് പറയുകയാണേ,
കട്ടിലേ കിടക്കുമായിരുന്നു ഇന്നലെ. എന്നുവെച്ചാൽ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അവന് കട്ടിലേ കിടക്കുക തന്നെ. അപ്പോൾ ഈ കട്ടിലിൻ്റെ അടിയിൽ ഒരു കോസരി പോണത്തെ ഒരു സാധനം വിരിച്ചിട്ട് കട്ടിലിൻ്റെ താഴെ കിടക്കുന്നവരും ഉണ്ട്. ആ സാധനം അവിടെ ഈ കട്ടിലിൻ്റെ അടിയിൽ അവൻ കിടന്നപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ സംഭവം. അപ്പോൾ കൂടെ ഒരു പയ്യൻ വന്ന് കിടന്നേച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു വേണ്ട ചേട്ടാ ഞാൻ അപ്പുറത്ത് പോയി കിടന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോസരി ഇതിൻ്റെ അടിയിൽ തന്നെ ഇരിക്കുന്നത്. ഇവൻ ഒരു 3:30-3:45 എഴുന്നേറ്റിട്ടും ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റപ്പോൾ ഉണ്ടല്ലോ, ഈ ബെഡ് എടുത്ത് ഈ കോസരി എടുത്ത് വിരിച്ച് ഇങ്ങനെ ഇട്ടേക്കുവാണ്, ഒരാൾക്ക് കിടക്കാൻ പാകത്തിന്. ഇതുപോലെ ജീവിതത്തിൽ പേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കിടന്നിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. ചാരി ആൾക്കാരെ വിളിക്കാനും ഒരു പേടിയും ഭയം. എന്നിട്ട് എന്നോട് പറയാം, ആ റൂമിൽ 2 ലൈറ്റ് ഉണ്ടായിരുന്നു, 2 ലൈറ്റ് വിട്ടേച്ചിട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോഴേ എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ടെൻഷൻ അങ്ങോട്ടായി. അതുപോലെ തന്നെ എന്നെ രാവിലെ വിളിച്ചിട്ട് അമ്മച്ചി പറയുക, അമ്മച്ചിക്ക് സംസാരിക്കാനായിട്ട് തീരെ പറ്റുന്നില്ല, നാക്കിനൊക്കെ ഒരു കുഴച്ചിലൊക്കെ പോണൊക്കെ. അപ്പം മണിക്കൂട്ടൻ എന്നോട് വിളിച്ചിട്ട് അമ്മച്ചി ഇന്നലെ എന്തോ രാത്രിയിൽ പേടി സ്വപ്നം കണ്ടു, അമ്മച്ചിക്ക് ഭയങ്കര പേടിയും വിറവിലും പോണൊക്കെ. അമ്മച്ചിക്ക് ഒരു പേടി ഉള്ള ഒരാളല്ല. അമ്മച്ചിയുടെ അടുത്തെങ്ങാണ്ട് കാള വന്നു, കാളയുടെ പുറത്ത് ആരോ കയറി വന്നു എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേങ്കിൽ ഞാൻ അന്നിച്ചിട്ട് നേരം രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരുന്നപ്പം ഇതാണ്ട് ആ പുള്ളിക്കാരിയുടെ കോൾ എനിക്ക് കയറി വന്നു കഴിഞ്ഞു. അപ്പം അതാണ് അതിൻ്റെ ഓരോ നിമിത്തങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിക്ക് തീരുമാനം വയ്യ. അമ്മച്ചീനെ ഞാൻ നാളെ തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് നാളെ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് വേറെ ഒരാളെ ഏൽപ്പിച്ച്, എനിക്ക് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ വരെ പോകേണ്ട ഒരു കാര്യം ഉള്ളത് കൊണ്ട് 2 ദിവസം കഴിഞ്ഞേ ഞാൻ തിരിച്ചു വരുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അമ്മച്ചീനെ കൊണ്ടുപോയിട്ട് വേറെ ആളെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പ്രശ്നത്തിനൊരു മോചനം നമുക്ക് വേണം. ഇപ്പം അവരുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു പോയേക്കുവാണ്. ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും വേണ്ടിയിട്ടും ചെയ്യുന്നില്ല, നോക്കുന്നില്ല, എടുക്കുന്നില്ല. ഈ ചെറിയ ടിപ്പും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കും പ്രശ്നമില്ല, നിങ്ങൾക്കും പ്രശ്നമില്ല, നിങ്ങൾക്കും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് പോയി നല്ല കാര്യങ്ങൾ നമ്മൾ പോയി ചെയ്യുക, നോക്കുക. പിന്നെ ഈ മുടിയുടെയും നഖത്തിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു അനുഭവമാണ് ഇപ്പം ഞങ്ങൾക്കും ഉണ്ടായേക്കുന്നത്. എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചേട്ടായിയായിട്ട് ഇത് വിളിച്ചൊന്ന് സംസാരിക്കാനും എടുക്കാനും കാര്യം ഉണ്ടായത്. അപ്പോൾ ചേട്ടായി പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വരാം, വന്നിട്ട് ഞാൻ നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മുടിയുടെയും നഖത്തിൻ്റെയും കാര്യങ്ങൾ ഞാൻ ആ സ്വാമിജിയോട് പറഞ്ഞിരുന്ന കാര്യം, നമ്മുടെ ഈ തമിഴ്നാട്ടിലുള്ള ഈ ജോത്സ്യൻ്റെ കീഴിൽ തന്നെ ചേട്ടായി കുറേ കാലം ഈ ജോത്സ്യൻ്റെ അസിസ്റ്റൻ്റായിട്ടെന്ന് പറഞ്ഞവർക്ക് കൂടെ ഉണ്ടായിരുന്നു. ഈ ജോത്സ്യൻ ഇപ്പം തീരുമാനം വയ്യാണ്ടിരിക്കുകയാണ്. ജോത്സ്യൻ ഈ കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഈ കാര്യങ്ങൾ, ഈ മുടിയുടെയും നഖത്തിൻ്റെയും കാര്യങ്ങൾ നോക്കുകയും എടുക്കുകയും പലരും ചെയ്യുകയും ചെയ്യുന്നത് ചേട്ടായിയുടെ അടുത്താണ് ചെല്ലുന്നുണ്ട്. ഈ പുള്ളിയുടെ കോണ്ടാക്ട് നമ്പറും അഡ്രസ്സും വേണ്ടവർക്ക് ഞാൻ ഇൻസ്റ്റയിൽ ഉറപ്പായിട്ട് വിട്ടേക്കാം. അല്ലാതെ ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് ഇട്ട് കഴിയുമ്പം വേണ്ടുന്നതും വേണ്ടാത്തതും കാര്യങ്ങൾക്കായിട്ടെല്ലാം ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കും. ഞാനിത് വീഡിയോയിൽ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം പുള്ളിയുടെ കാര്യങ്ങൾ ഒന്നും നടക്കാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇട്ടാക്കാവെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പറും ഈ അഡ്രസ്സും വേണ്ടവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഇൻസ്റ്റയിൽ ഇത് ഇട്ടേക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങളുടെ സമയദോഷമോ നാളിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ചെറിയ ടിപ്പൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ, ബൈ ബൈ.